பெண்ணே மௌனங்கள் கூடாது, வாய்ப்புட்டு சட்டம் எல்லாம் பெண்ணுக்கு ஆகாது. வண்டெல்லாம் சத்தம் போட்டால் பூஞ்சோலை தாங்காது, முத்துக்கள் சத்தம் போட்டால் வண்டுக்கு கேட்காது. ஆடிக்கு பின்னாலே காவேரி தாங்காது, ஆளான பின்னாலே அல்லிப்பூ மூடாது. ஆசை துடிக்கின்றது உன் வீட்டு தோட்டத்தில் பூவெல்லாம் கேட்டுப்பார், உன் வீட்டு ஜன்னல் கம்பி எல்லாமே கேட்டுப்பார், உன் வீட்டு தென்னங்கீற்றை ஒவ்வொன்றாய் கேட்டுப்பார், என் பேர் சொல்லுவே. உன் வீட்டு தோட்டத்தில் பூவெல்லாம் கேட்டுப்பார். ചേച്ചിക്കും സുപ്രിയ ചേച്ചിക്കും PMCയിലെ എല്ലാ മാസ്റ്റേഴ്സിനും എന്റെയും കുടുംബത്തിന്റെയും ഓണാശംസകൾ. ഓണത്തിന് പായസം ഉണ്ടാക്കണ്ടേ? ഞാനിന്ന് ഉണ്ടാക്കുന്നത് പഞ്ചധാന്യ പ്രഥമനാണ്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? എന്തൊക്കെയെന്ന് നോക്കാം. പയറ്, കടല, മുതിര അല്ലെങ്കിൽ കാണമെന്ന് പറയും, പിന്നെ നുറുക്ക് ഗോതമ്പ്, പച്ചരി. ഇത് ഉണക്കലരിയ കുറച്ചുകൂടെ നല്ലത്. നെയ്യ്, ഏലക്ക, ചുക്കും കൂടെ പൊടിച്ചത്, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, തേങ്ങാക്കൊത്ത്, തേങ്ങയുടെ 1-ാം പാൽ 2-ാം പാലും, ശർക്കര ഉരുക്കിയത്. ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം. ഉരുളി വെച്ചിട്ട് അതിൽ ഒരു വലിയ സ്പൂണ് നെയ്യ് ഇടണം. അത് ഉരുകിയിട്ട് തേങ്ങാക്കൊത്ത് ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറിൽ എടുക്കണം. അത് കോരിയെടുത്തതിന് ശേഷം കിസ്മിസ്, അണ്ടിപ്പരിപ്പ് അതിനെ ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കണം. പിന്നെ ഇതിൽ കാണം ഉണ്ടല്ലോ, കാണം ചിലർ കാണമെന്ന് പറയും, ചിലർ മുതിര എന്ന് പറയും. അത് ഞാൻ ചെറുതായിട്ട് വറുത്തിട്ട്, അതും ചെറുപയറും കൂടെ വറുത്തിട്ട്, പിന്നെ അതുപോലെ തേങ്ങയുടെ 1-ാം പാൽ 2-ാം പാലുണ്ട് എടുത്തത്. ഞാൻ 3-ാം പാലും എടുത്തിരുന്നു. അതിലാണ് ഈ കാണവും ചെറുപയറും വേവിച്ചത്. പിന്നെ അതും ഈ നെയ്യിൽ ഇടണം. പിന്നെ അരിയും കടലപ്പരിപ്പും നുറുക്ക് ഗോതമ്പും പ്രത്യേകം മേടിച്ചു. അത് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ശർക്കര പാനിയും ഒഴിച്ച് ഒരു 10 മിനിറ്റ് മതിയാവും ഇളക്കണം. ഇതിലെ അളവ് ഇനി ധാന്യങ്ങളെല്ലാം 50 ഗ്രാം വെച്ചാണ് എടുത്തത്. ഒരു 250 ഗ്രാം. ശർക്കര 500 ഗ്രാം എടുത്തു. അത് നല്ല ഇട്ടിങ്ങനെ വഴറ്റിയൊക്കെ എടുത്തതിന് ശേഷം 2-ാം പാൽ ഒഴിക്കുക. രണ്ടാം പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ അത് തിളയ്ക്കണം. തിളയ്ക്കുന്നത് വരെ ഒന്ന് ഇളക്കി എല്ലാവരും ഓണത്തിന് പാലട, പരിപ്പ് പ്രഥമൻ, കടലപ്രഥമനൊക്കെ എല്ലാം ഉണ്ടാക്കണേ. ഇപ്രാവശ്യം ഒരു പഞ്ചധാന്യ പ്രഥമൻ ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് അഭിപ്രായം പറയണം എല്ലാവരും. ഓക്കെ. ഇനി 1-ാം പാൽ വെച്ചിട്ട് അതൊന്ന് നല്ല ചൂടായാൽ മതി, തിളയ്ക്കണ്ട. എന്നിട്ട് അതിൽ പൊടിച്ചു വെച്ച ഏലക്കയും ചുക്കുപൊടിയും ഇടണം. അത് കഴിഞ്ഞ് തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ വറുത്ത് വെച്ച തേങ്ങ നുറുക്കും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും അതിലിടണം.
എല്ലാവരും ഇത് ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഒന്നുകൂടെ എല്ലാവർക്കും ഓണാശംസകൾ. താങ്ക് യു. ചെറുകുഴച്ചു വരച്ചു ഞങ്ങളെ ചെറുകുഴച്ചു വരച്ചു ഞങ്ങൾ ചെറിയ ചോര കണ്ടായി ചെറിയ